പഹൽഗാം ഭീകര ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 26 പേരുടെ ജീവന് പകരം ചോദിച്ചുകൊണ്ട് പാക് അധീന കാശ്മീരും കടന്ന് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയടക്കം തന്ത്രപ്രധാന ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇന്ത്യ. 300-ലധികം ഭീകരർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം ലഭിക്കുന്നത്. അതേസമയം പാക് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല എന്നും രാജ്യം വ്യക്തമാക്കുന്നു. ഇനിയും ഇത്തരം പ്രവൃത്തികൾ തുടർന്നാൽ പാകിസ്ഥാനെതിരെ യഥാർത്ഥ യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിന് മടിക്കില്ലെന്നാണ് ഇന്ത്യ നൽകുന്ന സൂചന. പാകിസ്ഥാന്റെ രാജ്യപരിധിക്കുള്ളിലുള്ള ഭീകര കേന്ദ്രങ്ങളിലടക്കമാണ് ഇന്ത്യൻ സേന തീമഴ പെയ്യിച്ചിരിക്കുന്നത്. പഹൽഗാം ഭീകര ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ഭീകരരുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കായ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ചത് സ്കാൽപ് മിസൈലുകൾ. 9 ഇടങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിലായി സ്കാൽപ് മിസൈലുകളും ഹാമർ ബോംബറുകളുമാണ് ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ചത്. കരസേനക്കും വ്യോമസേനക്കുമൊപ്പം നാവികസേന കൂടി ഓപ്പറേഷന്റെ ഭാഗമായി എന്നും റിപ്പോർട്ടുകളുണ്ട്. റഫാൽ യുദ്ധവിമാനങ്ങളിൽ നിന്നാണ് ഇന്ത്യൻ സൈന്യം സ്കാൽപ് മിസൈലുകളും ഹാമർ ബോംബുകളും പാകിസ്ഥാന്റെ ഭീകരരുടെ താവളങ്ങൾ ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടത് എന്നാണ് വിവരം. റഫാൽ യുദ്ധവിമാനങ്ങളിൽ നിന്ന് തൊടുത്ത ക്രൂയിസ് മിസൈലുകൾ ലക്ഷ്യം തെറ്റാതെ പാകിസ്ഥാനിലെ ഭീകരരുടെ കേന്ദ്രങ്ങളിൽ പതിച്ചു എന്നാണ് സൈന്യം അറിയിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലെ ആദ്യഘട്ടമാണ് ഇത് എന്നാണ് സേനാവൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിൽ ഞെട്ടിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇതിനിടെ അതിർത്തിയിൽ പാക് പ്രകോപനം തുടർന്നുകൊണ്ടിരിക്കുന്നു. നിയന്ത്രണ രേഖയിൽ കനത്ത ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടക്കുന്നത്. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ കാശ്മീർ അതിർത്തിയിലെ പ്രദേശവാസികളായ 3 പേർ കൊല്ലപ്പെട്ടു എന്ന് ഇന്ത്യൻ സൈന്യം അറിയിച്ചു. ശക്തമായ തിരിച്ചടി നൽകിയെന്നും സൈന്യം അറിയിക്കുകയുണ്ടായി. അതിനിടെ ജമ്മു കാശ്മീരിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. ജമ്മു കാശ്മീരിൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ജയ്ഷെ ലഷ്കർ താവളങ്ങളാണ് ഇന്ത്യൻ സേന തകർത്തത്. സൈന്യം തകർത്ത ബാവൽപൂരിലെ ജയ്ഷെ കേന്ദ്രം കൊടും ഭീകരൻ മസൂദ് അസൂറിന്റെ പ്രധാന ഒളിത്താവളമാണ്. മുദ്രിക്കയിലെ ലഷ്കർ കേന്ദ്രങ്ങളിലും ആക്രമണങ്ങൾ നടത്തി. മുദ്രിക്കെ ഹാഫിസ് സയ്യിദിന്റെ കേന്ദ്രമാണ്. റഫാൽ യുദ്ധവിമാനങ്ങളിൽ നിന്ന് മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ടായിരുന്നു ആക്രമണം. ഇന്ത്യക്കെതിരായ അതിർത്തി കടന്നുള്ള ഭീകര ആക്രമണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന 2 കേന്ദ്രങ്ങളാണ് ബാവൽപൂരിലും മുദ്രിക്കയിലുമുള്ളത്. ഇന്ത്യൻ സൈന്യത്തിന്റെ ലക്ഷ്യം കൊടും ഭീകരരുടെ കേന്ദ്രങ്ങളായതിനാലാണ് ഇരു കേന്ദ്രങ്ങളും തകർത്ത് തരിപ്പണമാക്കിയത്. 1999 തട്ടിക്കൊണ്ടുപോയ ഇന്ത്യൻ എയർലൈൻസ് വിമാനമായ IC-814 യാത്രക്കാരെ മോചിപ്പിക്കാൻ ജയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകൻ മസൂദ് അസറിനെ വിട്ടയച്ചിരുന്നു. അന്നു മുതൽ ബവൽപൂർ ജയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തന കേന്ദ്രമാണ്. 2000-ലെ ജമ്മു കാശ്മീർ നിയമസഭാ ബോംബാക്രമണം, 2001-ലെ പാർലമെന്റ് ആക്രമണം, 2016-ലെ പത്താൻകോട്ട് വ്യോമസേനാ താവളത്തിൽ നടന്ന ആക്രമണം, 2019-ലെ പുൽവാമ ആക്രമണം എന്നിവയുൾപ്പെടെ ഇന്ത്യയിലുണ്ടായ ഏറ്റവും വിനാശകരമായ ഭീകര ആക്രമണങ്ങളിൽ ഈ ഗ്രൂപ്പിന് ബന്ധമുണ്ട്. ഇപ്പോൾ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കപ്പെട്ട അസർ 2019 മുതൽ ഒളിവിലാണ്. അതേസമയം മുദ്രികെ ലാഹോറിൽ നിന്ന് വെറും 30 കിലോമീറ്റർ മാത്രം അകലെയാണ്. 1990-കൾ മുതൽ ലഷ്കർ ഇ തൊയ്ബയുടെ താവളമാണിത്. ഹഫീസ് സയ്യിദിന്റെ നേതൃത്വത്തിലുള്ള LET ഇന്ത്യയുടെ നിരവധി ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളാണ്. പ്രത്യേകിച്ച് മുംബൈ ഭീകര ആക്രമണത്തിന് ഹൈദരാബാദ്, ബംഗളൂരു, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെ ആക്രമണങ്ങളിലും ഈ ഗ്രൂപ്പിന് ബന്ധമുണ്ട്. 1971-ലെ യുദ്ധത്തിന് ശേഷം പാകിസ്ഥാനെതിരെ 3 പ്രതിരോധ സംവിധാനങ്ങളും ഒരുമിച്ച് ഉപയോഗിക്കുന്നത് ഇതാദ്യമാണ്. 26 പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകര ആക്രമണത്തിന് ശേഷം 2 ആഴ്ച പിന്നിടുമ്പോഴാണ് ഇന്ത്യൻ സൈന്യവും നാവികസേനയും വ്യോമസേനയും സംയുക്തമായി ബുധനാഴ്ച പുലർച്ചെ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളിൽ തീമഴ പെയ്യിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് ഈ തിരിച്ചടിക്ക് പേരിട്ടത്. ബുധനാഴ്ച പുലർച്ചെ 1:44 ആദ്യത്തെ ആക്രമണം. ഓപ്പറേഷന്റെ ഭാഗമായി പാകിസ്ഥാൻ പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ സൈന്യം ആക്രമിക്കുകയായിരുന്നു. POK കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇന്ത്യക്കെതിരായ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതും ലക്ഷ്യമിട്ടതുമെന്ന് കരസേന നേരത്തെ പത്രക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. ഇന്ത്യൻ കരസേന, നാവികസേന, വ്യോമസേന എന്നീ 3 സേനകളുടെയും സംവിധാനങ്ങൾ ആക്രമണങ്ങളിൽ ഉപയോഗിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചു. കാമിക്കാസെ ഡ്രോണുകളും സൈന്യം ഉപയോഗിച്ചു. പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടില്ല എന്നും അതേസമയം ഭീകരരുടെ 9 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുവെന്നും സൈന്യം പറഞ്ഞു. സൈന്യം ലക്ഷ്യം വെച്ചതിൽ ബഹാവൽപൂരിലെ ജയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനവും മുരിദ്കയിലെ ലഷ്കർ ഇ തൊയ്ബയും ഉൾപ്പെട്ടു എന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാത്രി മുഴുവൻ ഓപ്പറേഷൻ നിരീക്ഷിച്ചു എന്ന് വൃത്തങ്ങൾ പറഞ്ഞു. ഓപ്പറേഷന് തൊട്ടു പിന്നാലെ NSA അജിത് ഡോവൽ US NSAയും സ്റ്റേറ്റ് സെക്രട്ടറിയുമായ മാർക്കോ റൂബിയോയുമായി സംസാരിക്കുകയും സ്വീകരിച്ച നടപടികളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള വിശദമായ വിശദീകരണം ഇന്ന് വൈകുന്നേരത്തോടെ നടത്തുമെന്ന് സൈന്യത്തിന്റെ അറിയിപ്പുമുണ്ട്.